അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അയ്യുഹത്തുല്ലാബുൽ അഇസ്സ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഫവാസ് അല്ലേ, അന്ന ഫവാസ് വഹുവയോത്തി ഹദിയച്ചൻ, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. ലിമൻ, ആർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? ലി മുറബിയത്തി സൊഫ് അല്ലേ, അവൻ്റെ ക്ലാസ് ടീച്ചർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഫമാദ സഅലത്തു മുറബിയത്തു സൊഫ്ലി ഫവാസ്, അപ്പോൾ എന്താണ് ഫവാസിൻ്റെ ക്ലാസ് ടീച്ചർ അവനോട് ചോദിച്ചത്? എന്തുകൊണ്ടാണ് നീ ഇന്നലെ ക്ലാസ്സിൽ വരാതിരുന്നത് എന്നായിരുന്നു അല്ലേ. അപ്പോൾ ഫവാസ് പറയുന്ന മറുപടി എന്തായിരുന്നു? അവൻ്റെ ഉപ്പയെ ആ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ ഫവാസ് എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അല്ലേ, ഫവാസ് യഅതി അൽ ഹൽവയാത്ത്, അതാ അൽ ഹൽവയാത്ത് ലിമൻ ലി അസ്തിഖാഇഹി, അവൻ്റെ കൂട്ടുകാർക്കാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഉപ്പ കൊണ്ടുവന്ന മിഠായിയൊക്കെ കൊടുക്കുന്നത് അല്ലേ. അങ്ങനെ ഫവാസ് അവർ എയർപോർട്ടിൽ പോയതും അതുപോലെ തന്നെ വഴിയിൽ വെച്ചിട്ട് അപ്രായമായ സ്ത്രീയെ കാണുന്നതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ കൂട്ടുകാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നഷീദയാണ് കേട്ടോ, ഒരു മൺലോം. നമുക്ക് നോക്കിയാലോ? നോക്കൂ, നുൻഷിദു വനസ്തഹ്സിനു, നമുക്ക് പാടാം അല്ലേ, എന്നിട്ട് നമുക്ക് അത് ആസ്വദിക്കാം അല്ലേ. എന്താണ് നമ്മുടെ ആ ഒരു പാട്ടിൻ്റെ പേരെന്താണ്? അൽബസ്മച്ചു വൽവർദ അല്ലേ, അൽബസ്മച്ചു വൽവർദ. മാന ബസ്മ, മത ബസ്മ, ബസ്മച്ച് പുഞ്ചിരിയാണ് കേട്ടോ, പുഞ്ചിരി. അൽബസ്മച്ചു പുഞ്ചിരിയും, അതുപോലെ തന്നെ അൽവർദ എന്താ, വർദ്ധത്ത് പനിനീർ പൂവ് അല്ലേ, റോസാപ്പൂവ്. പുഞ്ചിരിയും പനിനീർ പൂവും. ആരായിരിക്കും ഇവിടെ പുഞ്ചിരി അതുപോലെ തന്നെ പനീർ പൂവ് എന്നത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ആരാണെന്ന് അറിയാമോ? നമുക്ക് പാട്ട് നോക്കാം അല്ലേ, അപ്പോൾ മനസ്സിലാവും ഇവിടെ ആരാണ്. ബസ്മച്ച് വൽ മുറാദ് ബിൽ ബസ്മ വമൽ മുറാദ് ബിൽ വർദ. ഓക്കെ, നോക്കൂ, നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം. ടീച്ചർ ആദ്യം പാടിത്തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് കൂടെ പാടി നോക്കിയും വേണം കേട്ടോ. ഉമ്മി വർദ ഫീ ബുസ്താനി വഅബി ബസ്മ ഫീ വിജ്ദാനി ഉഖ്തി വഅഖി അർഖ സ്വഹബി ലഹുമാ ഉഹ്ദി ഐനി ഖൽബി. ഉമ്മി വർദ ഫീ ബുസ്താനി വഅബി ബസ്മ ഫീ വിജ്ദാനി ഉഖ്തി വഅഖി അർഖ സ്വഹബി ലഹുമാ ഉഹ്ദി ഐനി ഖൽബി. നൽഹു നജ്രി ഫീ മൻസിലിനാ ഉമ്മി വർദ ഫീ ബുസ്താനി വഅബി ബസ്മ ഫീ വിജ്ദാനി ഉഖ്തി വഅഖി അർഖ സ്വഹബി ലഹുമാ ഉഹ്ദി ഐനി ഖൽബി. ഉമ്മി വർദ ഫീ ബുസ്താനി, അതാണല്ലേ നമ്മുടെ ഫസ്റ്റ് വരി. ഉമ്മി വർദ്ധച്ചുൻ, ഉമ്മ ആരാണ്? ഉമ്മി വർദ, എൻ്റെ ഉമ്മ. വർദ്ധച്ചുൻ, ഒരു പനിനീർ പൂവാണ് എന്നാണ്. ഫീ ബുസ്താനി, എവിടത്തെ? ഫീ ബുസ്താനി, മമാന ബുസ്താൻ, ബുസ്താൻ പൂന്തോട്ടം അല്ലെ, ബുസ്താനി എൻ്റെ പൂന്തോട്ടം. അപ്പോൾ എൻ്റെ പൂന്തോട്ടത്തിലെ പനിനീർ പൂവാകുന്നു എൻ്റെ ഉമ്മ എന്നാണ് അല്ലേ. അപ്പോൾ ആരാണ് ഇവിടെ വർദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉമ്മാണ് അല്ലേ, ഉമ്മയാണ് ഇവിടെ പനിനീർ പൂവിനെ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പിന്നെ അടുത്ത വരി എന്താണ്? വ അബി ബസ്മ, എൻ്റെ ഉപ്പ. വ അബി, എൻ്റെ ഉപ്പയാണെന്ത്? ബസ്മച്ചുൻ, പുഞ്ചിരിയാകുന്നു എന്നാണ്. ബസ്മത്ത് പുഞ്ചിരി. ഫി വിജ്ദാനി, വിജ്ദാന് മനസ്സ്, ഹൃദയം എന്നൊക്കെയാണ് കേട്ടോ. വിജ്ദാനി എന്ന് പറയുമ്പോഴോ എൻ്റെ ഹൃദയത്തിലെ അല്ലേ. അപ്പോൾ എൻ്റെ ഹൃദയത്തിലെ പുഞ്ചിരിയാകുന്നു എൻ്റെ ഉപ്പ, എൻ്റെ തോട്ടത്തിലെ പനീർ പൂവാകുന്നു എൻ്റെ ഉമ്മ, എൻ്റെ ഹൃദയത്തിലെ, എൻ്റെ കൽബിലെ പുഞ്ചിരിയാകുന്നു എൻ്റെ ഉപ്പ എന്നാണ്. കഴിഞ്ഞില്ല, ഇനി ആരാണ്? ഉഖ്തി വ അഖി അർഖ സ്വഹബി. ഉഖ്തി, എൻ്റെ ഉഖ്ത് സഹോദരി അല്ലേ, എൻ്റെ സിസ്റ്റർ, മൈ സിസ്റ്റർ. ഉഖ്തി വ അഖി, മൈ ബ്രദർ അല്ലേ, എൻ്റെ സഹോദരിയും എൻ്റെ സഹോദരനും. അർഖ സ്വഹബി, അർഖ മാന അർഖ
ഉന്നതർ എന്നാണ് അർത്ഥം. അറക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഉന്നതരായിട്ടുള്ള, ഏറ്റവും വലിയ അല്ലെ, സ്വഹ്ബി എൻ്റെ കൂട്ടുകാരാകുന്നു. അപ്പം എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് പറയുന്നത് ആരാണ്? മൻ ഉഖ്തും, അതുപോലെ തന്നെ അഹുമാണ് അല്ലേ, സഹോദരനും സഹോദരിയും. ലഹുമാ അവർക്ക് രണ്ടു പേർക്കും, ലഹുമാ അവർക്ക് രണ്ടു പേർക്കും വേണ്ടി, ഉഹിദി ഞാൻ സമർപ്പിക്കുന്നു, ഐനി കൽബി എൻ്റെ ഹൃദയവും അതുപോലെ തന്നെ എൻ്റെ കണ്ണും അല്ലേ, എൻ്റെ ഹൃദയവും കണ്ണുമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ്. നൽഹു നജിരി ഫി മൻസിലിന, നൽഹു നജിരി ഞങ്ങൾ ഓടി രസിക്കുന്നു എന്നാണ് കേട്ടോ. നൽഹു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉല്ലസിക്കുന്നു, ഞങ്ങൾ രസിക്കുന്നു അല്ലേ. നജിരി ഓടിക്കളിച്ചു കൊണ്ട് എന്നാണ്. ഞങ്ങൾ ഓടിക്കളിച്ച് രസിക്കുന്നു. എവിടെയാണ്? ഫി മൻസിലിന ഞങ്ങളുടെ വീട്ടിൽ എന്നാണ് അല്ലേ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എന്താണ്? ഓടിക്കളിച്ച് രസിക്കുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ ആരാണ് ഇവിടെ വർദ്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൻ ആരായിരുന്നു? അൽ അല്ലേ. അതുപോലെ തന്നെ ആരായിരുന്നു? അൽ ബസ്മ പുഞ്ചിരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയായിരുന്നു? അൽ അബ് അല്ലെ, ഉപ്പയാണ് അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് ആരെയാണ് ഇവിടെ പറയുന്നത്? അൽ അഹു വൽ ഉഖ്തു അല്ലേ, സഹോദരനും സഹോദരിയുമാണ്. ആരാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്? താഴെ നോക്കൂ, ഉമർ ഷുക്കിരി. കണ്ടില്ലേ നിങ്ങൾ താഴെ? ആരാണ്? ഉമർ ഷുക്കിരി എന്ന് പറയുന്ന കവിയാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി നമുക്ക് താഴെ അതിൻ്റെ ആക്ടിവിറ്റീസുകൾ അല്ലെ, തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. എന്താണ് ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് നോക്കൂ. എന്താണെന്ന് നോക്കൂ. നുലാഹിദു സുവറ വനസ്തഖ്രിജുൽ അബയാത്തുൽ മുനാസിബ മിനൽ മൻലൂം. നമുക്ക് നുലാഹിദ് സുവറ അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ വീക്ഷിക്കാം. സുവർ എന്ന് പറഞ്ഞാൽ സൂറത്തിൻ്റെ ആണ് സുവർ എന്ന് പറയുന്നത്. വനസ്തഖ്രിജു എന്നിട്ട് നമുക്ക് അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാം അൽ അബയാത്തുൽ മുനാസിബ മിനൽ മൻലൂം അവിടെ കൊടുത്തിട്ടുള്ള ചിത്രവുമായി യോജിക്കുന്ന വരികൾ, അവയെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതാണ് വേണ്ടത്. മനസ്സിലായല്ലോ? അവിടെ കൊടുത്തിട്ടുള്ള ചിത്രവുമായി യോജിച്ച് വരുന്ന കവിതയിലെ വരികൾ അവിടെ നമ്മൾ കണ്ടെത്തി എഴുതാണ് വേണ്ടത്. ഒന്നാമത് നോക്കൂ, നമുക്ക് ആരെയാണ് അവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? മൻഹാദിഹി ആരാണിത്? ഇതാരാണ്? ഉമ്മയാണ് അല്ലേ. ഉമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന വരി ഏതായിരുന്നു? ഒന്നാമത്തെ വരിയാണ് അല്ലേ, ഉമ്മി വറുദ ഫി ബുസ്താനി. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആ ഒരു വരി അവിടെ എഴുതി കൊടുക്കണം. ഉമ്മി വറുദ ഫി ബുസ്താനി. അടുത്ത ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത്? അവിടെ അവരെ കുട്ടികൾ കളിക്കുകയാണ് അല്ലേ. സഹോദരനും സഹോദരിമാരും എല്ലാവരും ഒന്നിച്ച്, വഹും യൽഅബൂന മഅൻ അവർ ഒന്നിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഓടിക്കളിച്ച് രസിക്കുന്നു എന്ന് പറഞ്ഞൊരു വരി ഉണ്ടായിരുന്നു കവിതയിലെ അല്ലേ. ഏതായിരുന്നു? അവസാനത്തെ വരിയാണ് അല്ലേ. നെൽഹു നജിരി ഫി മൻസിലിന. അപ്പോൾ അവിടെ അതാണ് എഴുതി കൊടുക്കേണ്ടത്. എന്താണ്? നെൽഹു നജിരി ഫി മൻസിലിന. അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത്? ഒരു സഹോദരിയും സഹോദരനും അവരിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ ഏതായിരിക്കും അതിനോട് യോജിച്ച് വരുന്നതായ വരി എന്ന് പറയുന്നത്? ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹോദരനും സഹോദരിയുമാണ് എൻ്റെ അറക്കാ സ്വഹബി എൻ്റെ ഏറ്റവും ഉന്നതരായ കൂട്ടുകാർ. കിട്ടിയല്ലോ. അപ്പോൾ ഏതാണ് ആ വരി? അഹി വ ഉഖ്തി അല്ലേ. അഹി വ ഉഖ്തി അറക്കാ സ്വഹബി. അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ട വരി കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നുഖിമിലുൽ മന്ദൂമ അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കവിത ഉണ്ടല്ലോ, ആ ഒരു പാട്ട്, അത് നമുക്ക് പൂർത്തീകരിക്കാമെന്നാണ്. അപ്പോൾ അവിടെ പൂർത്തീകരിക്കേണ്ടത് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ കൊടുത്ത ഒന്നാമത്തെ വരി നോക്കൂ. ഉമ്മി വ അബി ലദ്ദത്തു ഐഷി എന്നാണ്. എൻ്റെ ഉമ്മയും ഉപ്പയുമാകുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആസ്വാദനം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സുഖം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. അടുത്ത വരിയിൽ എന്താണ്? ഖുർറത്തു ഐനി എന്നവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കണ്ണിൻ്റെ കുളിർമ, എൻ്റെ കണ്ണിന് കുളിർമ നൽകുന്നത് എന്താണ്? അപ്പോൾ നമ്മളവിടെ എന്താണ് എഴുതേണ്ടത്? ഉമ്മി വ അബി അല്ലേ. ഉമ്മി വ അബി ഖുർറത്തു ഐനി. അടുത്ത വരി നോക്കൂ. ഉമ്മി വ അബി എൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. ഇനി എന്തായിരിക്കും നമ്മൾ എഴുതേണ്ടത്? അത് നമ്മൾ അപ്പുറത്തെ ബോക്സിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഉമ്മി വ അബി നിഅമത്തു റബ്ബി അല്ലേ. എൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹമാകുന്നു എൻ്റെ ഉമ്മയും ഉപ്പയും. ഇനി അടുത്ത വരിയിൽ എന്താണ് എഴുതേണ്ടത്? ഉമ്മി വ അബി ഇല്ല, അവിടെ എല്ലാം ഉമ്മി വ അബി എന്ന് തന്നെയാണ് വരുന്നത്. ശേഷം വരുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ബോക്സിൽ നിന്ന് ഓരോന്നായിട്ട് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തത് എന്ത് എഴുതാം?
ഉമ്മി വ അബി റിഫ്അത്തു മജിദി. ഉമ്മയും ഉപ്പയുമാകുന്നു എൻ്റെ ഉയർച്ച, അല്ലെ, എന്നെ ഉന്നതിയിലേക്ക് എത്തിച്ചതാരാണ്? ഉമ്മയും ഉപ്പയുമാകുന്നു എന്നാണ്. ഉമ്മി വ അബി ബസ്മത്തു സഅരി. ഉമ്മി വ അബി, എൻ്റെ ഉമ്മയും ഉപ്പയും ബസ്മത്തു സഅരി, എൻ്റെ പല്ലുകളുടെ പുഞ്ചിരിയാണ് എന്നാണ്. സഅർ എന്ന് പറഞ്ഞാൽ മോണ കാട്ടിച്ചിരിക്കുന്നതിനാണ്, ആ മോണയ്ക്കാണ് സഅർ എന്ന് പറയുന്നത് കേട്ടോ. ഉമ്മി വ അബി റഹ്മത്തു ആയിഷി, അതാണ് അടുത്തത്. ഉമ്മി വ അബി, എൻ്റെ ഉമ്മയും ഉപ്പയുമാകുന്നു റഹ്മത്തു ആയിഷി, എൻ്റെ ജീവിതത്തിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ആരാണ്? ഉമ്മയും ഉപ്പയുമാണ്. അവസാനത്തെ വരി എന്തായിരിക്കും? ഉമ്മി വ അബി ഫർഹത്തു ബൈത്തി, എൻ്റെ ഉമ്മയും ഉപ്പയുമാകുന്നു എൻ്റെ വീട്ടിലെ സന്തോഷമെന്ന് പറയുന്നത്, അല്ലേ, എൻ്റെ വീടിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഉമ്മയും ഉപ്പയുമാകുന്നു. അപ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. നഖ്റഉൽ ഖിസ്സ വ നഖ്താറുൽ ഫിഅല വൽ ഫാഇല. നഖ്റഉൽ ഖിസ്സ, അവിടെ കൊടുത്തിട്ടുള്ളതൊരു കഥയാണ്. ആ കഥ നമുക്ക് വായിക്കാം. വ നഖ്താറു, എന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. അൽ ഫിഅല വൽ ഫാഇല, ഫിഅലിനെയും ഫാഇലിനെയും തിരഞ്ഞെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ എന്താണ് ഫിഅൽ, എന്താണ് ഫാഇൽ എന്നറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തായിരിക്കും ഫിഅൽ എന്ന് പറഞ്ഞാൽ? ഫിഅൽ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവൃത്തി, വെർബ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്തായിരിക്കും? ഒരു സെൻറ്റൻസിലെ പ്രവൃത്തിയെ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് നമ്മൾ ഫിഅൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചർ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കെസറൽ വലതു അസുജാജ. നോക്കൂ നിങ്ങൾ, കെസറൽ വലതു, കെസറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നാണ് കേട്ടോ. അൽ വലതു, കുട്ടി പൊട്ടിച്ചു. അസുജാജ, സുജാജ് ഗ്ലാസ് ആണ്. കുട്ടി ഗ്ലാസ് പൊട്ടിച്ചു. ചില്ലുണ്ടല്ലോ, അതിനാണ് സുജാജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. എന്ത് പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്? പൊട്ടിച്ചു എന്നുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫിഅൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ഫിഅൽ? കെസറ എന്ന് പറയുന്ന പദമായിരിക്കും ഇവിടെ ഫിഅലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കെസറൽ വലതു, കുട്ടി പൊട്ടിച്ചു എന്നാണ്. അപ്പോൾ ആരാണ് ഇവിടെ പൊട്ടിച്ചത്? കുട്ടിയാണ്, അല്ലേ. അപ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫായിൽ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അൽ ഫായിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ഫാഇലു ഹുവല്ലദീ യഖൂമു ബിൽ അമൽ, അല്ലെ, ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയാണ് ഫായിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസിലാണെങ്കിൽ കെസറൽ വലതു, കുട്ടി പൊട്ടിച്ചു. അസുജാജ, ഗ്ലാസ് പൊട്ടിച്ചു എന്നാണ്, അല്ലേ. അപ്പോൾ ഈ പൊട്ടിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ആരാണ്? കുട്ടിയാണ്. അപ്പോൾ ഇവിടെ ആരായിരിക്കും ഫായിൽ? വലത് എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ഫായിലായിട്ട് വരുന്നത്, അല്ലേ. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഫിഅൽ, എന്താണ് ഫായിൽ എന്ന്. ഫിഅൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ഫായിൽ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ, ചെയ്യുന്ന വ്യക്തി, അതാണാവട്ടെ പെണ്ണാവട്ടെ ആരായിരുന്നാലും അവരെ നമ്മൾ എന്താണ് വിളിക്കുക? ഫായിൽ എന്നാണ് വിളിക്കുക. അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനാണ് നമ്മൾ ഫിഅൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, ഇനി നമുക്ക് കഥ വായിക്കാം, അല്ലേ. ذات يوم خطف غراب خبزا وجلس على غصن الشجرة. بعد قليل مر ثعلب بجانب الشجرة. رأى الثعلب الغراب. فكر الثعلب في حيلة. قال للغراب صديقي ما أجمل صوتك. ذات يوم, ഒരു ദിവസം. ദാത്ത യൗമിൻ, ഒരു ദിവസം. ഖതഫ ഗുറാബുൻ ഖുബുസൻ. ഖതഫ റാഞ്ചി പറക്കുക, അല്ലേ, കൊത്തിയെടുത്ത് പറക്കുക എന്നാണ് കേട്ടോ. എന്താണ്? ഖുബുസൻ, ഒരു അപ്പം, അല്ലെ, ഒരു അപ്പം കാക്ക കൊത്തിയെടുത്ത് പറന്നു. വജലസ, എന്നിട്ട് കാക്ക ഇരുന്നു. അല ഉസ്നി ഷജറ, മരത്തിൻ്റെ, ഉസ്ന് കൊമ്പ്, ചില്ല, മരത്തിൻ്റെ ചില്ലയിലിരുന്നു. ബാദ ഖലീലിൻ, അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ, മറ സാലബുൻ, ഒരു കുറുക്കൻ, മറ നടന്നുപോയി, അല്ലേ, സാലബുൻ ഒരു കുറുക്കൻ, ബിജാനിബി ഷജറ, ആ മരത്തിൻ്റെ അരികിലൂടെ. ജാനിബ് അരികാണ് കേട്ടോ, അടുത്ത്. ആ മരത്തിൻ്റെ അടുത്തിലൂടെ, അരികിലൂടെ ഒരു കുറുക്കൻ നടന്നു പോയി എന്നാണ്. അങ്ങനെ റഅ സാലബു ഒറാബ, കുറുക്കൻ ആ കാക്കയെ കണ്ടു. റഅസാലബു, കുറുക്കൻ കണ്ടു. അൽ ഉറാബ, കാക്കയെ കണ്ടു. ഫക്കറ സാലബു, ഫക്കറ ചിന്തിച്ചു എന്നാണ്. ഫക്കറ സാലബു, അങ്ങനെ കാക്കയെ കണ്ടപ്പോൾ ഈ കുറുക്കൻ ചിന്തിച്ചു.
ഫി ഹീലത്തിൻ ഒരു തന്ത്രം ചിന്തിച്ചു എന്നാണ്. ഹീലത്ത് തന്ത്രം. അങ്ങനെ കാലലിൽ ഒറാബ് ആ കുറുക്കൻ കാക്കയോട് പറഞ്ഞു, സ്വദീഖീ അല്ലയോ കൂട്ടുകാരാ, മാ അജ്മല സൗതക് നിൻ്റെ ശബ്ദം എന്ത് ഭംഗിയുള്ളതാണ്. മാ അജ്മല സൗതക് നിൻ്റെ ശബ്ദം എത്ര ഭംഗിയുള്ളതാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് കേട്ട കാക്ക എന്ത് ചെയ്തിട്ടുണ്ടാവും? കാക്ക ഒന്ന് ശബ്ദം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടാവും അല്ലേ. അതോട് കൂടിയിട്ട് കാക്കയുടെ വായിലിരുന്ന ആ ഒരു അപ്പം താഴോട്ട് വീണിട്ടുണ്ടായിരിക്കും. അതും കൊണ്ട് കുറുക്കൻ എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഓടിപ്പോയിട്ടുണ്ടാവാം. ഇതായിരിക്കും ആ ഒരു കഥയുടെ ബാക്കി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു കഥയിലെ ഫിഅലിനെയും ഫായിലിനെയും നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. ദാത്ത യൗമിൻ ഖതഫ ഖുറാബുൻ ഖുബ്സൻ. ഒരു ദിവസം ഒരു കാക്കയല്ലേ ഖതഫ റാഞ്ചിയെടുത്തു എന്നാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ഫിഅൽ? ഖതഫ എന്ന് പറയുന്നത് ഫിഅലാണ്. ആരാണ് റാഞ്ചിയെടുത്തത്? ഒറാബാണ്. അപ്പോൾ ഇവിടെ ഒറാബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫായിലായിരിക്കും. അതവിടെ നമുക്കൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഖതഫ അൽഫിഅലു അൽഫായിൽ ആരാണ്? ഒറാബ് എന്ന് പറയുന്നത് ഫായിലാണ്. ഇതുപോലെ ബാക്കിയുള്ള ഫിഅലുകളും ഫായിലുകളും നിങ്ങൾ കണ്ടെത്തി എഴുതാണ് വേണ്ടത്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ഫിഅൽ ഫായിൽ എന്ന്. രണ്ടാമത്തെ സെൻറ്റൻസിൽ വജലസ അല ഉസ്നി ഷജറ മരത്തിൻ്റെ ചില്ലയിൽ ഇരുന്നു അല്ലേ. അപ്പോൾ ഇരുന്നു എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണല്ലോ. അപ്പോൾ ഇവിടെ ജലസ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിഅലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു അൽഫിഅൽ എന്നുള്ളിടത്ത് എന്തെഴുതാം? ജലസ എന്നെഴുതാം. പിന്നെ മറ സഅലബുൻ കണ്ടില്ല. മറ സഅലബുൻ ബി ജാനിബി ഷജറ. മറ നടന്നു പോയി ഒരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ നമുക്ക് അൽഫിഅൽ എന്നുള്ളിടത്ത് എന്തെഴുതാം? മറ. ആരാണ് നടന്നു പോയത്? സാലബാണ് അല്ലേ. അപ്പോൾ നമുക്ക് അൽഫായിൽ എന്നുള്ളിടത്ത് എന്തെഴുതാം? സാലബ് എന്നെഴുതാം. റഅ സാലബു അൽ ഉറാബ. റഅ സാലബ് കുറുക്കൻ കണ്ടു. ആരെയാണ്? അൽ ഉറാബ കാക്കയെ കണ്ടു. അപ്പം ഇവിടെ കണ്ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അവിടെ നമുക്ക് അൽഫിഅൽ എന്നുള്ളതിൻ്റെ താഴെ റഅ അല്ലെ റഅ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഫക്കറ സാലബു. ഫക്കറ സാലബു കുറുക്കൻ ചിന്തിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ ഫക്കറ ചിന്തിച്ചു അതൊരു പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അൽഫിഅൽ എന്നതിൻ്റെ താഴെ എന്തെഴുതാം? ഫക്കറ എന്നെഴുതാം. പിന്നെ എന്താണ്? കാല ലിൽ ഒറാബി. കാല പറഞ്ഞു അതും ഒരു പ്രവൃത്തിയാണ്. അപ്പം നമുക്കത് എന്ത് ചെയ്യാം? അൽഫിഅൽ എന്നതിൻ്റെ താഴെ എഴുതാം. അപ്പോൾ ഇത്രയും ഫിഅലുകളും ഫായിലുകളുമാണ് ആ ഒരു പ്രവർത്തനത്തിൽ ആ ഒരു കഥയിൽ വരുന്നത്. ടീച്ചർ അതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജലസ മറ റഅ ഫക്കറ കാല ഒറാബ് അസാലബ്. ഇത് തന്നെയാണ് അതിൽ ഫായിൽ വരുന്നുള്ളൂ കേട്ടോ. ഈ അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നക്തുബ് ജുമലം ബിസ്തിഖ്ദാമിൽ ഫിഅലി വൽ ഫായിൽ. ഫിഅലും ഫായിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകൾ എഴുതാമെന്നാണ് അല്ലേ. ഒരു സെൻറ്റൻസിൽ എന്ത് വേണം? ഫിഅലും ഫായിലും വരണം. ആ രീതിയിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് എഴുതാമെന്നാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം? കതബൽ വലതു അദ്ദർസ. കുട്ടി പാഠം എഴുതി. അക്കലത്തിൽ ബിൻതു അൽമൗസ. പെൺകുട്ടി പഴം കഴിച്ചു. അക്കലത്തിൽ ബിൻതു അൽമൗസ. പെൺകുട്ടി പഴം കഴിച്ചു. അടുത്തത് എന്ത് എഴുതാം? ഷെരിബൽ വലജു അൽമാ അ. കുട്ടി വെള്ളം കുടിച്ചു. ഷെരിബൽ വലജു അൽമാ അ. കുട്ടി വെള്ളം കുടിച്ചു. ഖറഅത് തിൽമീദു അൽ കിതാബ. കുട്ടി പുസ്തകം വായിച്ചു. ഇതുപോലെയുള്ള സെൻറ്റൻസുകളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഫിഅലും ഫായിലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് ഇതുവരെ ആയിരിക്കും നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. 2 യൂണിറ്റുകളായിരിക്കും ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.